നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് സമീപം കഴിഞ്ഞ ദിവസം വലിയൊരു അപകടമാണ് ഉണ്ടായത്. അതായത് സ്വകാര്യ ബസ് മറിഞ്ഞു. ബസ്സിലിരുന്ന ഒരുപാട് യാത്രക്കാർക്ക് പരിക്കേറ്റു. മാത്രമല്ല ബൈക്ക് യാത്രികനും പരിക്കേറ്റിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. 50ഓളം പേർക്കാണ് ഇന്നലത്തെ ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റത്. ഭയാനകമായ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ മുക്കം റൂട്ടിലോടുന്ന ബസ്സായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ബസ് മറ്റൊരു വാഹനത്തിൽ തട്ടി മീഡിയനിൽ ഇടിച്ചു മറിയുകയായിരുന്നുവെന്ന് ബസ്സിൽ യാത്ര ചെയ്ത ആളുകളിൽ നിന്ന് കിട്ടുന്ന വിവരം. തെറ്റായ ദിശയിൽ വന്ന 2 ബൈക്കുകളെ മറികടക്കാൻ ശ്രമിക്കവെയാണ് അപകടം നടന്നതെന്ന് ദൃക്സാക്ഷികൾ വ്യക്തമാക്കി. ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ബസ്സിലെ ഡീസൽ റോഡിലേക്ക് ഒഴുകി. എന്തായാലും ഈ ഒരു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മുഹമ്മദ് സാനിഹ് എന്ന യുവാവാണ് മരിച്ചിരിക്കുന്നത്. ബസ്സിന് മുന്നിലുണ്ടായിരുന്ന ബൈക്കിലെ യാത്രക്കാരനായിരുന്നു സാനിഹ്. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ രാവിലെയോടെയാണ് മരണം സംഭവിച്ചത്. ഇന്നലെയാണ് ഈ ബസ് അപകടം ഉണ്ടായത്. അരിയടുത്ത് പാലത്തെ മേൽപ്പാലം അവസാനിക്കുന്നതിന്റെ അടുത്ത് വെച്ച് സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ബസ്സിലുണ്ടായിരുന്ന 50ലധികം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ദൃക്സാക്ഷികളുടെയും യാത്രക്കാരുടെയും മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അന്വേഷണം തുടങ്ങി. എന്താണ് അപകട കാരണം അത് കണ്ടെത്തണം. അത് കണ്ടെത്തിയ ശേഷം തുടർ നടപടികൾ എടുക്കുമെന്നും പോലീസ് അറിയിച്ചു. നഗരപരിധിയിലെ വേഗ നിയന്ത്രണം ബസ് ലംഘിച്ചിരുന്നോ എന്നും മറ്റ് തകരാറുകൾ ബസ്സിനുണ്ടോ എന്നും മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബസ്സിൽ ബൈക്ക് ഇടിച്ചിരുന്നു. തുടർന്ന് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു സാനിഹിന്. സമീപത്തുള്ള ആശുപത്രിയിൽ സാനിഹിനെ എത്തിച്ചിരുന്നു. സാനിഹിന്റെ തുടയെല്ലിന് ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകടത്തിൽ ബൈക്കും പൂർണ്ണമായും തകർന്നു. എന്തായാലും ഈ ഒരു അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ബസ്സായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. മേൽപ്പാലം അവസാനിക്കുന്നതിന്റെ സമീപത്ത് വെച്ച് ബസ് നിയന്ത്രണം വിട്ട് ബാരിക്കേഡ് തകർത്ത് മറിഞ്ഞു വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ബസ്സിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തെറിച്ച് പുറത്തേക്ക് വീഴുകയായിരുന്നു. നാട്ടുകാർ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. ഫയർഫോഴ്സും പോലീസും ഉടൻ സ്ഥലത്തെത്തി. കാറിനെ മറികടന്നു പോകുന്ന ബൈക്കിൽ ബസ് ഇടിച്ചതോടെയാണ് നിയന്ത്രണം നഷ്ടമായതെന്ന് ദൃക്സാക്ഷികളും പറഞ്ഞു. ബൈക്ക് യാത്രക്കാരൻ കാർ മുന്നിലേക്കാണ് വീണത്. എന്തായാലും അപകട കാരണം എന്താണെന്ന് പരിശോധിക്കുകയാണ്. ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് കോഴിക്കോട് DCP അരുൺ K. പവിത്രൻ പ്രതികരിച്ചു. മെഡിക്കൽ കോളേജിലും ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുമാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചത്. ബസ്സിൽ 50ലധികം പേരായിരുന്നു ഉണ്ടായിരുന്നത്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 42 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്.